കൂട്ടുകാരെ നമസ്കാരം. ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഗോബി ക്യാപ്സിക്കമാണ് ഇന്നത്തെ വീഡിയോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. പഴയ ഒരുപാട് വീഡിയോകളുണ്ട്, അതൊക്കെ കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗോബി ക്യാപ്സിക്കം തയ്യാറാക്കുവാനായി ആദ്യം കോളിഫ്ലവർ 1/4 കിലോ ചെറുതായി കട്ട് ചെയ്ത് ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് അതൊന്ന് ബോയിൽ ചെയ്ത് എടുക്കുകയാണ്. ഇതൊരു 2 മിനിറ്റ് മാത്രം ബോയിൽ ചെയ്താൽ മതിയാവും. അതിനുശേഷം ഈ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഗോബി മാറ്റിവെക്കാം. ഇനി ഒരു കടായിൽ ഗോബി ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ എടുത്തിട്ട് അതിലേക്ക് ഈ ബോയിൽ ചെയ്ത ഗോബി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് വാഷ് ചെയ്ത ഗോബി നേരിട്ടും ഫ്രൈ ചെയ്യാവുന്നതാണ്. എന്നാൽ ബോയിൽ ചെയ്തിട്ട് ഫ്രൈ ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ശരിയായ മെത്തേഡ് എന്ന് പറയുന്നത്. ഗോപിയിൽ ഒരുപാട് പുഴുക്കളൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് മഞ്ഞൾ പൊടിയിട്ട് ബോയിൽ ചെയ്ത് ആ വെള്ളം ഊറ്റിക്കളയുന്നത് അങ്ങനെയുള്ള കീടങ്ങളൊക്കെ നശിക്കുവാനായിട്ട് സഹായകരമായിരിക്കും. അതുപോലെ തന്നെ ഗോബി നേരിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ അത് ഒരുപാട് അങ്ങ് ചെറുതായി പോകാറുണ്ട്. എന്നാൽ ഒന്ന് ബോയിൽ ചെയ്തിട്ട് ഫ്രൈ ചെയ്യുവാണെങ്കിൽ അതേപോലെ തന്നെ അതിൻ്റെ സൈസ് നിലനിൽക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ ഗോബി നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റിവെക്കാം. ഇനി ക്യാപ്സിക്കം ഗോബി തയ്യാറാക്കുവാനായി ഒരു ഫ്രൈങ് പാൻ എടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കണക്കിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഗോബി ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി വളരെ ചെറുതായി അരിഞ്ഞ ഇഞ്ചി 1 ടീസ്പൂൺ, ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും 1 ടീസ്പൂൺ, ഇത്രയും ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അരിഞ്ഞു വച്ചിരിക്കുന്ന ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു വലിയ സവാള വലുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർക്കാം. ഒരു വലിയ ക്യാപ്സിക്കവും വലുതായി കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു തക്കാളിയും വലുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് ഇത് ഒരുമിച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് വാടി കിട്ടുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അല്ലെങ്കിൽ ഗോബി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരുമിച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ, മഞ്ഞൾ പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല പൊടി 1/4 ടീസ്പൂൺ, ചാട്ട് മസാല 1/4 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരൽപ്പം കസൂരി മേത്തി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി കുറച്ച് മല്ലിയില കൂടി ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് നെയ്യ് കൂടി ഇതിൻ്റെ മുകളിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിരിക്കും. വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഗോബി ക്യാപ്സിക്കം റെഡിയായി കഴിഞ്ഞു. ചപ്പാത്തി, പൊറോട്ട, അതുപോലെ റൈസ് ഐറ്റംസ് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി നോർത്ത് ഇന്ത്യൻ സബ്ജിയാണ് ഗോബി ക്യാപ്സിക്കം. എല്ലാവർക്കും വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഗോബി ക്യാപ്സിക്കം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.